അതേപോലെ തന്നെ ലോറികളൊക്കെ വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് അപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രാഫിക് മോഡ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കുറേ കേരള ട്രാഫിക്കുകൾ കാണിച്ചിരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മലബാർ ട്രാഫിക് മോഡാണ്. നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഒരു മലബാർ ട്രാഫിക് മോഡാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ മലബാർ ട്രാഫിക് മോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യാനും അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിൽ എങ്ങനെ കളിക്കാമെന്നുള്ള ഫുൾ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനലിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ ഇവിടെ. നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ഞാൻ തന്ന വീഡിയോയുടെ ലിങ്ക് എടുത്ത് ഇതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതായത് മലബാർ ട്രാഫിക് APK, അതേപോലെ തന്നെ മലബാർ ട്രാഫിക് OBB, അത് രണ്ടുമാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം APK ക്ലിക്ക് ചെയ്യാണ്. ആ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. gplinks.com എന്നാണ് ലിങ്ക്. അപ്പോൾ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ആദ്യം നമ്മുടെ ബ്രൗസർ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ഒരു ലിങ്കിലേക്ക് എത്തും. അപ്പോൾ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ. അപ്പോൾ ഇതേപോലെ 15 സെക്കൻഡ് ആദ്യം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് 13, 12 അങ്ങനെ സെക്കൻഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആദ്യം സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെയും 15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പോലെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക, അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ 3 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അതായത് 3 പ്രാവശ്യം 15 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 15 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെരിഫൈ ക്ലിക്ക് ചെയ്യുക, അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ GPlinksൻ്റെ വെബ്സൈറ്റിലെത്തും. അപ്പോൾ ഗെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡ്രൈവ് ഫയലായിട്ടാണ് കിടക്കുന്നത്. അതായത് ഈ മലബാർ കണ്ണൂർ ട്രാഫിക് ഫയൽ. അപ്പോൾ ഇവിടെ മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ പേജിലെത്തും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് എനിവേ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ OBB ഫയലും ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതേ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. നമ്മൾ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യും, ആ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ OBB ഫയൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിടുക. അപ്പോൾ നമ്മൾ 2 ഫയലും ഡൗൺലോഡ് അതിൻ്റെ, അതായത് നമ്മുടെ APKയും OBBയും. അപ്പോൾ നമുക്ക് 2 എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അത് APK ഫയൽ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക, അവിടെ എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ അവിടെ എക്സ്ട്രാക്റ്റ് ആയി കിട്ടും. ഞാനിപ്പോൾ അലാംസ് എന്ന് പറഞ്ഞ ഫോൾഡറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബസ് ID വെർഷൻ 4.3.1 മലബാർ ട്രാഫിക് APK. അപ്പോൾ അത് എക്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മുടെ OBB ഫയലും ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിടുക. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക, ഏതെങ്കിലും ഫോൾഡർ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 2 ഫയൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ APK ഫയൽ നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ APK ഫയൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ APK ഫയൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് ആ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ ഇൻസ്റ്റാൾ ആവും. അപ്പോൾ നമ്മുടെ APK എക്സ്ട്രാക്റ്റ് ആയി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ അലോ കൊടുക്കുകയാണ്. മെലിയോ എന്നൊക്കെ വന്നു. അതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ വൈറ്റ് സ്ക്രീൻ വരും. അപ്പോൾ നമുക്കിനി OBB ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞാൻ സെറ്റ് ആർച്ചീവ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അലാംസ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരുന്നു എക്സ്ട്രാക്ട് ചെയ്തത്. നിങ്ങൾ ഏത് ഫോൾഡറിൽ എക്സ്ട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ OBBയുടെ ഫയൽ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ മെയിൻ ഫയൽ കാണാം. അത് അമർത്തി പിടിക്കുക, കോപ്പി അല്ലെങ്കിൽ കട്ട് എടുക്കുക, മുകളിൽ അമർത്തുക, ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് സിമുലേറ്റർ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ മലബാറിൻ്റെ ട്രാഫിക് ഫയൽ പേസ്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയൽ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഫയലാണ്. ബസ് ഇതാണ്, അത്യാവശ്യം ലൈറ്റിംഗ് ഒക്കെ ഉള്ള ബസ്സാണ്. പിന്നെ അപ്പുറത്തായിട്ട് നമ്മുടെ ബസ് സിമുലേറ്റർ KBC കണ്ണൂർ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഗെയിം എടുത്തിട്ട് നമ്മുടെ ട്രാഫിക്കൊക്കെ അതിന് നോക്കാം. അപ്പോൾ നമ്മുടെ ലോഡിംഗ് ഒക്കെ ഈ ഒരു രീതിയിലാണ്. സ്ക്രീനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ KBC കണ്ണൂരിൻ്റെയാണ് ഈ ഒരു മോഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ അടിപൊളിയായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓണത്തിൻ്റെ ഒക്കെ തീം പോലെ മലബാർ ട്രാഫിക് KBC കണ്ണൂർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റീരിയർ ലുക്കും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ലൈറ്റ് ഇട്ടിട്ടുള്ള ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലൈറ്റിംഗ് ഒക്കെ വരുന്നത്. ഫുള്ള് ലൈറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം. നമ്മുടെ കേരളത്തിലെ മലബാർ അങ്ങനത്തെ വണ്ടികൾ പോകണ കാണാം കുറേ. അവിടെ ഒരു ടൂറിസ്റ്റ് ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ ടിപ്പറൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ ബസ്സൊക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. ഇൻറ്റീരിയർ വ്യൂ ഒക്കെ അടിപൊളിയാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റപ്പ് അതിൻ്റെ നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ ഈ രീതിയിലാണ് സ്റ്റിയറിംഗ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു മോഡാണ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കുറച്ച് ബാക്കി വണ്ടികളൊക്കെ നോക്കാം. നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ വണ്ടികൾ കുറച്ചധികം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതേപോലെ തന്നെ ലോറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെയാണ്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. നമ്മൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.